കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കി തന്നാണ് ചോറിനോടെ കഴിക്കാൻ. ഇതെവിടെ നിന്ന്? ഇത് ബീണിച്ചിരി കിട്ടിയെന്ന്. ഇത് വെച്ചൊരു പുതിയ ഒരു ഐറ്റം ഉണ്ട്, അതുണ്ടാക്കി തരാം. സൂപ്പറാ? സൂപ്പർ. വാങ്ങി ഉണ്ടാക്കാം. ചിക്കനൊക്കെ മാറി നിൽക്കും തന്നെ. എനിക്ക് ഉണ്ടാക്കാം, വാ. സംഭവം കട്ട് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. പിന്നെ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് ചെത്തി പുളിയൊക്കെ എടുത്ത്. ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ചട്ടിയിൽ ലേശം വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ഇത് കുരുമുളക്, പച്ച കുരുമുളകാണ് ഇടേണ്ടിയുള്ളത്. അമ്മക്ക് ഒരു മൂടുണ്ടായിരുന്നു, അതിലില്ല. അപ്പുറത്തെ വീട്ടിൽ പോയി മോട്ടിക്കാൻ നോക്കിയപ്പോൾ അവിടെയും ഇല്ല. പിന്നെ പൊടി ശരണം. അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നിറച്ച് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് അതിലോട്ട് തട്ടി നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തതിന് ശേഷം ആ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടില്ലേ കൊച്ചുള്ളിയും കുരുമുളക് പൊടിയും കൂടെ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ചക്ക എടുത്ത് അതിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് മൂടി അങ്ങോട്ട് തുറന്നതിന് ശേഷം ചൂട് ചോറ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനും കുറേ ചോറ് തിന്ന്, അമ്മയും തിന്ന്, ഏട്ടനും അമ്മ വാരി കൊടുത്ത്. പക്ഷെ ഞാൻ തിന്നണ വീഡിയോ മാത്രം എൻ്റെ ഭർത്താവ് എടുത്തിട്ടില്ല, അത് വീഡിയോ ഓണാക്കാൻ മറന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.